ഹായ് ഓൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട എന്നാൽ നല്ല സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ്. അതായത് കേരള സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്കും വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു ഉത്തരവ് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതായത് നമുക്കറിയാം, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗമാണ് ഇൻകത്തിൻ്റെ കൂടെ കിട്ടുന്ന DA എന്ന് പറയുന്നത്. പലപ്പോഴും പൊതുവെ ഉയർന്നു വരുന്നൊരു പരാതിയാണ് DA കുറവാണ് എന്നുള്ളത്. ആ ഒരു DAയുടെ കുറവിൽ വലിയ രീതിയിലുള്ള ഉയർച്ചയൊന്നും വരുത്തിയിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഉയർച്ച ഇപ്പം സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് നിലവിൽ 25% DA എന്നുള്ളത് അത് 30%, 10% വർധനവ് വരുത്തിയിട്ടുണ്ട്. 10% അത്യാവശ്യം നല്ല വർധനമാണ് ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മുമ്പിൽ ഇനി സർക്കാർ ജോലികൾ ഓരോരോ പോസ്റ്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിൻ്റെ DAയിൽ 10% കൂടുതൽ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന പോസ്റ്റ് എത്രത്തോളം വലുതാണോ അതിനനുസരിച്ചുള്ള സാലറി അവിടെ ഉണ്ടാവും, അതിനനുസരിച്ചുള്ള DA കൂടുതൽ കിട്ടുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ബേസിക്സിൻ്റെയാണ് എപ്പോഴും DA വരുന്നത്. അപ്പോൾ ബേസിക് കൂടിയ പോസ്റ്റുകളിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ കഠിനാധ്വാനം അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ഈ ഒരു തയ്യാറെടുപ്പിനിടയ്ക്ക് നമുക്ക് ചിലപ്പോൾ അതിൽ താഴെയുള്ള പോസ്റ്റുകളൊക്കെ വരും, അതിൽ നമ്മൾ ജോയിൻ ചെയ്യുക, അതുമായിട്ട് മുമ്പോട്ട് പോവുക. എന്നാലും നമ്മുടെ വലിയ ലക്ഷ്യങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാതെ തന്നെ മുമ്പോട്ട് പോകണം. ആ വലിയ ലക്ഷ്യങ്ങൾ നിങ്ങളെ തേടിയിരിപ്പുണ്ട്. ഒപ്പം തന്നെ ഈ DAയും നിങ്ങൾക്ക് കിട്ടും. ഇനിയും ഇത് ഉയരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റ് പലരും പല മേഖലയിൽ നിന്നും പല രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ വരാറുണ്ട്. നമ്മൾ അതിലൊന്നുമല്ല വിശ്വസിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇനി ഇൻകം ഉയരും, നിങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങൾ ഉയരുമെന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോകളിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും ഉയർന്നിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും കിംവദന്തികളല്ല വിശ്വസിക്കേണ്ടത്. സർക്കാർ ജോലി ഒരു അഷ്വറൻസ് ഉള്ള ഒരു ജോലിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയാൽ വളരെ സമാധാനപൂർവ്വമായിട്ട് മാന്യമായി ജീവിച്ചു പോകാനുള്ള റെമ്യൂണറേഷൻ കിട്ടി അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് ഇന്നും എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു പഠനം, സർക്കാർ ജോലിയിലേക്കുള്ള നിങ്ങളുടെ പഠനം ശരിയായ തീരുമാനം തന്നെയാണ്. ആ ഒരു ശരിയായ തീരുമാനത്തിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് എക്സാമിനേഷനുകളുടെ കാര്യമാണ്. കേരള PSC നടത്തുന്ന എല്ലാ ടെക്നിക്കൽ PSC എക്സാമുകളും അതുപോലെ തന്നെ കേരള PSCയുടെ ടെക്നിക്കൽ എക്സാമിനേഷനും അഗ്രികൾച്ചർ എക്സാമിനേഷനും വേണ്ടി ഏണസ്റ്റ് അക്കാഡമി അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കോഴ്സുകളുടെ വിശദ വിവരങ്ങൾ അറിയുന്നതിനും ഏതൊക്കെ കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് അറിയുന്നതിനും അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ അറിയുന്നതിനും ഒക്കെ ആയിട്ട്, അതുപോലെ തന്നെ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.